നമസ്കാരം. മിസ്റ്റർ തവളക്കുടി വരെ പോയില്ലേ? ഇല്ലേ, സദ്യ ഒന്നാന്തരമായിരുന്നു. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഉണ്ട്. അത് ശരി. ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. അതിനെന്താ? ഇത് ഡോക്ടർ ജെയിംസ്, ഇത് മിസ്റ്റർ MS തവളക്കുടി, തൊഴിൽ രാഷ്ട്രീയം. നമോ വാഗം. അഖില കേരള കാലുമാറ്റ കക്ഷിയുടെ നേതാവാണ് ഞാൻ. വരുന്ന തെരഞ്ഞെടുപ്പിന് എന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ഞാൻ തന്നെ. ചുരുക്കത്തിൽ ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് വേണമല്ലേ? അതെ, ഈ സന്മനസ് എല്ലാവരും കാണിച്ചിരുന്നേ ഞാൻ എന്നേ മേപ്പോട്ട് പോയേനെ. ഞാനും ഭാര്യയും വോട്ട് ചെയ്യാറില്ല. രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് താല്പര്യവുമില്ല. അയ്യോ, എന്റെ പാർട്ടിയുടെ ഉദ്ദേശവും ലക്ഷ്യവും പ്രവർത്തന പരിപാടിയും കേട്ടാൽ ഡോക്ടറും ഭാര്യയും തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. ഞാനൊന്ന് വിവരിക്കാം. മറ്റൊരു അവസരത്തില് ഞങ്ങളുടെ സീരിയസ് മാറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സീരിയസ് ആണോ? ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ദൈവമേ, എന്റെ ഒരു വോട്ട് തട്ടി പോവോ? അല്ലലെന്തെന്നറിയാതെ എന്റെ മോൾ ചിരിക്കുന്നു. ഇനി എത്ര നാൾ കൂടി എനിക്ക് അച്ചിരി കാണാൻ കഴിയും ഡോക്ടർ? മിസ്റ്റർ മേനോൻ, അവളെ രക്ഷിക്കാൻ വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്താണ് എന്റെ ദുഃഖം. അടുത്ത വിവാഹ വാർഷികത്തിന് എന്റെ മോൾ ഉണ്ടാവില്ല. അടുത്ത കൊല്ലം നമ്മുടെ ലേഡീസ് ക്ലബിന്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ നിൽക്കണമെന്ന് അവര് പറയുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നീ ഈ പെണ്ണുങ്ങളുടെ വാക്ക് വിശ്വസിക്കണ്ട കേട്ടോ. നിന്നെ പിന്നെ കുഴി തോണ്ടി വെച്ചിട്ട് അവരിങ്ങനെ പറയുന്നത്. അവരെ വിശ്വസിച്ചാ നീ കുഴി വീണത് തന്നെ. ഇല്ല, നീ കണ്ടോ? ഇത്രയുമായി നിലയ്ക്ക് ലതയുടെ രോഗവിവരം സുരേഷിനോട് കൂടി പറയുന്നതാണ് നല്ലത്. അയാളിൽ നിന്നും ഇനിയും നമ്മളത് മറച്ചു വെക്കുന്നത് ശരിയല്ല. എങ്ങനെ പറയാനാണ് ഡോക്ടർ? എനിക്കിത് സാധ്യമല്ല. ഡോക്ടർ ക്ഷമിക്കണ്ട, ഞാൻ പറയാം. വേണ്ട ഡോക്ടർ, ഏതായാലും ഇപ്പൊ വേണ്ട. ഡോക്ടർ, ലതയും നിങ്ങളുടെ ഭാര്യയും പലപ്പോഴും തമ്മിൽ കാണാറുള്ളതാണ്. ഈ രഹസ്യം നിങ്ങൾ ഭാര്യയോട് പറഞ്ഞിട്ടില്ലല്ലോ? എന്റെ ഭാര്യയോടോ? നല്ല കഥയായി. അവളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അടുത്ത നിമിഷം ഈ ലോകം മുഴുവൻ അറിയും. എന്റെ നാവ് അടങ്ങിയിരിക്കില്ലെന്നാണ് എല്ലാരും പറയുന്നത്. നമ്മുടെ സെക്രട്ടറിയെ പറ്റി ഞാൻ പറഞ്ഞ രഹസ്യം ഇനി ചെവി അറിയരുത് കേട്ടോ. അറിഞ്ഞാൽ അവൾ എന്നെ സംശയിക്കൂ. ഞാൻ ആരോടും പറയില്ല. ഇനി വേറൊരു തമാശ കേൾക്കണ്ടേ? നമ്മുടെ ലീലാവതി ഇല്ലേ, കുറിപ്പിന്റെ അത് തന്നെ. അവരടുത്ത ആഴ്ച ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്ന കേൾക്കുന്നത്. അതെന്താ? ഭർത്താവും കമ്പനിയിൽ ലേഡി ടൈപ്പിസ്റ്റുമായി ഗുലാനായി. ലീലാവതി ഇത് കയ്യോടെ പിടികൂടി. അവിടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ഇടിച്ചു എന്നാ പറയുന്നത്. അല്ല, നമ്മുടെ ശ്രീമതിയുടെ പരദൂഷണം ഇതുവരെ തീർന്നില്ലേ? കേട്ടാലേ, ഞാൻ എന്ത് സംസാരിച്ചാലും ഇദ്ദേഹത്തിന് തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ലേഡീസ് ക്ലബിനെ പറ്റിയല്ലേ സംസാരിച്ചോണ്ടിരുന്നത്. പരദൂഷണത്തിന് ഇതിനും പറ്റിയ സബ്ജക്ട് വേറെ ഉണ്ടോ? അതെ, നമുക്ക് പോകണ്ടേ? ഞാൻ റെഡി. നിങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി ഡോക്ടർ. പോട്ടെ മോളെ. ആർക്കല്ലേ മോളെ, തണുത്ത കാറ്റടിക്കുന്നു, അകത്ത് പോകാം. അച്ഛാ, അടുത്ത വർഷത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങളുടെ ലേഡീസ് ക്ലബിന്റെ ഒരു നാടകം പ്ലാൻ ചെയ്തിരിക്കുക. അതിൽ ഞാനും അഭിനയിക്കും. അച്ഛന് സമ്മതമാണോ? അടുത്ത വർഷമല്ലേ മോളെ? അതെ അച്ഛാ. അടുത്ത